കാശുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ വെറും റിച്ച് ആണെന്ന് മാത്രം പറയരുത്. നമ്മുടെ വൊക്കാബുലറി റിച്ച് ആണെന്ന് അവരെ കാണിക്കണം. അതിനുപയോഗിക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ വൊക്കാബുലറി നമ്മൾ പഠിക്കുന്നത്. ഹലോ എവ്രി വൺ, ദിസ് ഇസ് നിഷാദ് അഹ്മദ് ഫ്രം ബെറ്റ്സ് ഇംഗ്ലീഷ് അക്കാദമി കൊച്ചി. ഹൗ ആർ യു ടുഡേ? റിച്ച് എന്നതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ വൊക്കാബുലറി നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ പഠിക്കുന്നതെല്ലാം തന്നെ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആക്ഷൻ ലിങ്ക് എന്നാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് ഫ്ലുവൻസിക്ക് ഇച്ചിരി ഗ്രാമർ, ഒത്തിരി വൊക്കാബുലറിയാണ് അതിൻ്റെ ചേരുവ എന്ന് പറയുന്നത്. വൊക്കാബുലറി പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള വഴി എന്താണ്? അതിന് ഗ്ലോബൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് TPR, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. അപ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കാണിക്കുന്ന ആക്ഷൻ സൗണ്ട് നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യണം. റെഡി? അപ്പോൾ കാശുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന റിച്ച് വൊക്കാബുലറി. ദി ഫസ്റ്റ് വൺ, moneyed. മണിയുള്ള ആൾക്ക് moneyed എന്ന് പറയും. ഓൾറൈറ്റ്, moneyed. സോ he is moneyed. He is lauded. ഒരുപാട് കാശുള്ള ആളാണ്. He is lauded. He is well off. For example, he is really well off. He comes from a well-off family. A well-off family means, നല്ല rich family എന്നർത്ഥം. He is filthy rich. Filthy rich എന്ന് പറഞ്ഞാൽ നല്ല പൂത്ത കാശുള്ള എന്ന് പറയില്ല. He is filthy rich. He is stinking rich എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ പൂത്ത കാശുള്ള, നല്ല കാശുള്ള എന്നൊക്കെ പറയില്ലേ, എന്നൊക്കെ പറയാം. Filthy rich, stinking rich എന്ന് പറയാം. Stinking rich. Or you can also say cash rich. And there are people who are cash rich but time poor. കാശുണ്ട്, സമയമില്ലാത്ത ആളുകൾ, നമ്മളെപ്പോലത്തുള്ള ആളുകളായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. സോ cash rich and time poor people. For example, people like Ambani, they are cash rich, time poor. അവർക്ക് കാശുണ്ട്, സമയമില്ല. നമുക്ക് സമയമുണ്ട്, കാശില്ല. Alright, rich എന്നതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ വൊക്കാബുലറിയാണ് നമ്മൾ പഠിച്ചത്. Alright, so hope you loved it. Anyway, thank you very much for watching this video. See you with another one. Bye-bye.